So good morning and welcome back to Marble Gallery's another series. I have somebody with me. He is MYK LATICRETE Area Sales Manager of North Kerala. So let us just find out from him a few Q&A, okay, about MYK. But before that, if you can introduce yourself to our audience, it would be great. Sure. My name is Mohammed Aslam and I am heading entire North Kerala for Market Development Manager. I am looking after entire North Kerala and I am dealing the technical and all sales related queries in Marble Gallery. Fantastic. So we actually kore customers varumbo ettavum koodal namukku adhesives ne pathi endayalum kore queries undu. Appo can you just address a few queries that related to namukku ee oru concerns? ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും സ്വാഭാവികപരമായിട്ടുള്ളൊരു സംശയമാണ് നമുക്ക് ആവശ്യമായ റൈറ്റ് അഡ്ഹസീവ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു റൈറ്റ് അഡ്ഹസീവ് നമുക്ക് ആവശ്യമുള്ള ഒരു അഡ്ഹസീവ് സെലക്ട് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കറക്റ്റ്. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യം സ്റ്റാർട്ട് ഓഫ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് നമുക്ക് വാക്കിൻസ് അല്ലെങ്കിൽ കോൾസിലൊക്കെ വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് അത് വെച്ച് നമുക്കൊന്ന് അഡ്രസ് ചെയ്ത് പോയാലോ? ഷുവർ മാം. ഗ്രേറ്റ്. ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യുന്ന ടൈൽസ് ആണെങ്കിലും ശരി, നാച്ചുറൽ സ്റ്റോൺസ് ആണെങ്കിലും ശരി, ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാത്തിനും ആപ്ലിക്കേഷൻ ഏരിയയും ഡിഫറെൻ്റ് ആണ്. നമുക്ക് എല്ലാത്തിനും ഒരേ ടൈപ്പ് ഓഫ് അഡീസീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല മാം. നമ്മുടെ ടൈൽ അഡ്ഹസീവുകൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS 15477 പ്രകാരം നമ്മൾ 5 ക്ലാസിഫിക്കേഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4, ടൈപ്പ് 5 എന്ന ക്ലാസിഫിക്കേഷനിലാണ് നമ്മുടെ ടൈൽ അഡ്ഹസീവ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്പർ 1 ടൈപ്പ് 1. ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറാമിക് ടൈലുകൾ ഇൻറ്റീരിയർ പർപ്പസിലേക്ക് വേണ്ടിയിട്ട് ജനറൽ പർപ്പസിന് ചെയ്യാൻ പറ്റുന്ന അഡ്ഹസീവ്സ് ആണ് നമുക്ക് ടൈപ്പ് 1 അഡ്ഹസീവ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമതായി ടൈപ്പ് 2 അഡ്ഹസീവ്. ടൈപ്പ് 2ലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഹ്യൂജ് സ്റ്റെപ്പ് ആണ് നമ്മുടെ ഒരു ടെക്നോളജിയിൽ വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് വെറ്റ് ഏരിയാസ് ഈവൻ ഔട്ട്സൈഡ് നമുക്ക് ഫ്ലോറിലേക്ക് നമുക്ക് ടൈപ്പ് 2 അഡ്ഹസീവ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് വിട്രിഫൈഡ് ടൈലുകൾ വാൾ ആൻഡ് ഫ്ലോർ ആപ്ലിക്കേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ മോസ്റ്റ്ലി കസ്റ്റമേഴ്സിൻ്റെ ഡൗട്ട് ഉണ്ട്, വൈ നോട്ട് യൂസ് ടൈപ്പ് 1 ഫോർ നമ്മുടെ ഇങ്ങനത്തെ ടൈൽസിന്? അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ? തീർച്ചയായും പ്രോബ്ലം ഉണ്ട്. ടൈപ്പ് 1 അഡ്ഹസീവ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അബ്സോർപ്ഷൻ കൂടുതലുള്ള ടൈൽസിലാണ്. മുമ്പുള്ള കാലഘട്ടത്തിൽ നമുക്ക് വന്നിരിക്കുന്നത് അബ്സോർബൻ്റ് ആയിട്ടുള്ള ടൈൽ സെറാമിക് ടൈലുകളായിരുന്നു. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സെറാമിക് ടൈലുകൾക്കുപരി വിട്രിഫൈഡ് ടൈലുകളാണ് നമുക്ക് കൂടുതലായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് വാട്ടർ അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും വിട്രിഫൈഡ് ടൈലുകൾക്ക്. അപ്പോൾ വിട്രിഫൈഡ് ടൈലുകൾക്ക് നമുക്ക് ടൈപ്പ് 2 അഡ്ഹസീവ് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് ടൈപ്പ് 2 അഡ്ഹസീവ് എന്ന് നമുക്ക് അത് ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ ഷിയർ സ്ട്രെങ്ത് അതുപോലെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന അഡ്ഹസീവ് ആണ് ടൈപ്പ് 2. മൂന്നാമതായി ടൈപ്പ് 3 അഡ്ഹസീവ്. ടൈപ്പ് 3ലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്റ്റീരിയർ ആപ്ലിക്കേഷൻ കൂടി നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. എക്സ്റ്റീരിയർ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ലാർജ് ഫോർമാറ്റ് ആപ്ലിക്കേഷന് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അഡ്ഹസീവ് ടൈപ്പ് 3 അഡ്ഹസീവ് ആണ്. ഈ ടൈപ്പ് 3 അഡ്ഹസീവിലേക്ക് വരുമ്പോൾ ഇംപ്രൂവ്ഡ് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ തെർമൽ കണ്ടീഷൻസ് നമുക്ക് നമ്മുടെ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോഴുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നമുക്ക് ചേർക്കാനും നമുക്ക് ടൈപ്പ് 3 അഡ്ഹസീവ് കൊണ്ട് പറ്റും. കോൺക്രീറ്റ് സർഫസ് മാത്രമല്ലല്ലോ നമുക്ക് വരുന്നത്, നമുക്ക് ഡിഫറെൻറ്റ് സർഫസസ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലൈവുഡ്, അതേപോലെ കോൺക്രീറ്റ് ബോർഡ്സ് ഒക്കെ. അപ്പോൾ അതിന് പറ്റിയ കറക്റ്റ് ആപ്ലിക്കേഷൻ അഡീസീവ്സ് എന്താണ്? ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ടൈപ്പ് 4 അഡ്ഹസീവ് ഉപയോഗിക്കാം. ടൈപ്പ് 4 എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണയായി സിമെൻറ്റീഷ്യസിൽ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ചെയ്യാറ്. പക്ഷേ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലൈവുഡുകൾ അതുപോലെ തന്നെ സിമെൻറ്റ് ബോർഡ്സിൽ ഇതിൽ വെള്ളം മിക്സ് ചെയ്തിട്ടുള്ള അഡ്ഹസീവ് ചെയ്യാന്ന് പറഞ്ഞത് ഫെയിലറിന് ചാൻസ് വരുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 4 ആയിട്ടുള്ള ഡ്രൈ വാൾ അഡ്ഹസീവ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് പോളിമർ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പോളിമർ ഇൻക്ലൂഡഡ് ആയിരിക്കും. ആ സംഗതി വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതൊരു ഫെയിലർ ആവില്ല. ഇറ്റ് വിൽ ബി ലാസ്റ്റ് ഫോർ എവർ. ഗുഡ്. സോ നമുക്ക് എപ്പോക്സിനെ പറ്റി സംസാരിക്കാം. ശരിക്കും എപ്പോക്സി മിക്കവരും എസ്തെറ്റിക് യൂസ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് ടെക്നിക്കലാണ് അതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ വരുന്നത് അല്ലേ? ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ബിക്കോസ് എസ്തെറ്റിക് ഞാൻ പറയാൻ കാരണം കുറേ ആൾക്കാർ മാച്ചിങ് ചിലപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഒക്കെ മാച്ച് ചെയ്തിട്ടാണ് ടൈൽസിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് മാത്രമല്ലല്ലോ കാര്യം, അതൊരു ടെക്നിക്കൽ ഫാക്ടറും ഉണ്ട്. അതെന്താണെന്ന് പറയാം. ഇപ്പോൾ വരുന്ന ലാർജർ ഫോർമാറ്റ് ടൈല് അല്ലെങ്കിൽ സ്മോളർ ഫോർമാറ്റ് ടൈലുകൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈജീൻ ഫാക്ടറാണ്. അതായത് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോയിൻസിൻ്റെ ഇടയിലെല്ലാം നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്യുന്നോ അത്രത്തോളം അതിൻ്റെ ഇടയിൽ അഴുക്ക് പിടിക്കാനും അതുപോലെ തന്നെ ജോയിൻറ്റ് അൺഈവൻ ആവാനും ചാൻസ് ഉണ്ട്. നമ്മൾ നാച്ചുറലി നമ്മൾ സാധാരണ ഒക്കെ ചെയ്യാറ് ജോയിൻറ്റ് ഫില്ലർ ആയിരുന്നു.
ഈ ജോയിന്റ് ഫില്ലർ വിത്തിൻ 3-4 months കൊണ്ട് നമ്മുടെ ക്ലീനിങ്ങിൽ നമ്മൾ ഈ ജോയിന്റ് ഫില്ലർ പോകും. ഈ ജോയിന്റ് ഫില്ലർ പോയി കഴിഞ്ഞാൽ അതിൽ അഴുക്ക് വരാനും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് സ്റ്റെയിൻ വരാനും നമുക്ക് അതിൽ കാരണമാവും. നേരെ മറിച്ച് നമ്മുടെ എപ്പോക്സി ഗ്രൗട്ടിങ്, അതായത് നമ്മുടെ SP100 ചെയ്യാമെന്നുണ്ടെങ്കിൽ പേര് പോലെ തന്നെ സ്റ്റെയിൻ പ്രൂഫ് 100% ആണ്. അതിൽ നമുക്ക് ഒരിക്കലും സ്റ്റെയിനോ അല്ലെങ്കിൽ കറകളോ അല്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളോ അതിനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ മെയിൻലി ഹൈജീൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടൈൽസിൻ്റെ ജോയിൻറ്റ് വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പിന്നെ ടൈൽസിൻ്റെ അൺഈവൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമേ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കേട്ടുവരുന്ന പദങ്ങളാണ് C1, C2, T, E, ഇങ്ങനത്തെ ഒരുപാട് വേർഡിങ്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് വരിക C1 ആണ്. C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സിമെൻറ്റീഷ്യസ് ആണ്. അതായത് നമ്മൾ ഏതൊരു അഡ്ഹസീവ് എടുത്താലും ബേസിക് ആണ് C1 ആയിട്ട് വരുന്നത്. C1T എന്ന് പറയും. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിക്സോട്രോപിക്, അതായത് നമ്മളൊരു ടൈല് ഗമ്മിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ചുമരുമലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും ഊർന്ന് വരരുത്. അതാണ് നമ്മൾ T കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ Cയിൽ തന്നെ C2 ഗ്രേഡ് ഉണ്ട്. C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രൂവ്ഡ് സിമെൻറ്റീഷ്യസ് ആണ്. അപ്പോൾ C സ്റ്റാൻഡ്സ് ഫോർ സിമെൻറ്റീഷ്യസ്, ഇംപ്രൂവ്ഡ് സിമെൻറ്റീഷ്യസ്, അതുപോലെ തന്നെ നോർമൽ സിമെൻറ്റീഷ്യസ്. Tയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിക്സോട്രോപിക്, അതായത് നമ്മൾ ചുമരുമലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അത് ഊർന്ന് വരാൻ പാടില്ല. മൂന്നാമതായി ഈ പേര് പോലെ തന്നെ എക്സ്റ്റെൻഡഡ് ഓപ്പൺ ടൈം, അതായത് നമ്മുടെ സാധാരണ ടൈൽ അഡ്ഹസീവിന് ഓപ്പൺ ടൈം എന്ന് പറയുന്നത് നിശ്ചിത ഓപ്പൺ ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എക്സ്റ്റെൻഡഡ് ഓപ്പൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഓപ്പൺ ടൈമിൽ നിന്നും അധികമായിട്ട് വരുന്ന ഓപ്പൺ ടൈം. അതായത് നമുക്ക് ലാർജ് ഫോർമാറ്റ് ആപ്ലിക്കേഷൻസിന് നമുക്ക് ഗമ്മ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ആവശ്യമായിട്ട് വരും. ഈ കൂടുതൽ സമയം കൊടുക്കുന്ന അഡ്ഹസീവ് ആണ് നമ്മുടെ ഈ കാറ്റഗറിയിലേക്ക് വരിക. അതാണ് എക്സ്റ്റെൻഡഡ് ഓപ്പൺ ടൈം. നമ്മളിപ്പോൾ C പറഞ്ഞു, T പറഞ്ഞു, E പറഞ്ഞു. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡാണ് S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫോർമബിലിറ്റി. നമ്മൾ സ്റ്റോൺസിലേക്ക് അല്ലെങ്കിൽ ക്ലേ ടൈലിലേക്ക് അല്ലെങ്കിൽ എക്സ്റ്റീരിയർ അപ്ലിക്കേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈ ഫ്ലെക്സിബിലിറ്റി മീറ്റ് ചെയ്യുന്ന അഡ്ഹസീവ് ആണ് S1, S2 ഗ്രേഡിലേക്ക് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. S1 നോർമൽ നമുക്ക് വരുന്ന ഫ്ലെക്സിബിലിറ്റിയാണ്. S2 ഗ്രേഡ്സ് നമുക്ക് എന്ത് ചെയ്യുക, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി വേണ്ട ഏരിയകൾക്ക് നമുക്ക് S2 ഗ്രേഡും വരുന്നുണ്ട്. അങ്ങനെ C, T, E, S ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ C1TE, C2TE എന്നീ രീതിയിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഈ 4 എണ്ണമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ആൻഡ് വി ആർ ഇൻ ടു ടൈപ്പ് 5. ടൈപ്പ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് പവർ ഹൗസ്. അതായത് നമുക്ക് ഏത് ചലഞ്ചിങ് അപ്ലിക്കേഷൻസ്, ഇപ്പോൾ മെറ്റൽ, പ്ലാസ്റ്റിക്, ഫൈബർ, അതുപോലെ തന്നെ നമ്മുടെ റൂഫിംഗ്, അപ്പോൾ ഏത് ഏരിയയിലേക്കും നമുക്ക് ടൈൽ ആൻഡ് സ്റ്റോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനാണ് ടൈപ്പ് 5 അഡ്ഹസീവ് വരുന്നത്. അപ്പോൾ ടൈപ്പ് 5 അഡ്ഹസീവിലാണ് നമുക്ക് എല്ലാവിധ ചലഞ്ചിങ് സബ്സ്ട്രേറ്റുകളിലും ചലഞ്ചിങ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസിലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഒരു കറക്റ്റ് ടെക്നിക്കൽ ഗൈഡൻസ് ഈ മാർബിൾ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞു. ഈ ഇറ്റാലിയൻ മാർബിൾ അല്ലെങ്കിൽ മാർബിൾസ് മാമിനറിയാം സെൻസിറ്റീവ് സ്റ്റോൺസ് ആണ്. സെൻസിറ്റീവ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട എല്ലാവിധ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും നമ്മൾ എടുക്കണം. ഇപ്പോൾ നമ്മൾ വീടുകൾ പല ഏരിയകളിലായിരിക്കും, വയൽ പ്രദേശങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ഡ്രൈ ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീട് എവിടെ എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് മാർബിളിന് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെടുക്കാവുന്ന ബേസിക് പ്രിക്കോഷൻസ് ഉണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ബേസിക്കലി നമ്മൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതിന്റെ പ്രതലം. അത് നമ്മൾ RCC ചെയ്യാന്ന് പറയും. നമ്മൾ കമ്പ്യൂട്ടർ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കുള്ള വെള്ളം കടത്തിവിടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീഡിങ്ങിലൂടെ നമുക്ക് തടയാൻ പറ്റും. അതായത് നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലാറ്റസ്ക്രീഡ് 100 LS100 ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ പ്രതലമാണ് പറയുന്നത്. നമ്മൾ LS100ഉം മണലും കൂടി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ ബെഡ് നമ്മൾ സെറ്റ് ചെയ്യും. ഈ ബെഡ് സെറ്റ് ചെയ്യുന്നതിലോട് കൂടി നമ്മുടെ ബെഡ് സ്ട്രോങ് ആയി ആൻഡ് ഈവൻ ആയി. പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ചലഞ്ചിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ ക്യൂറിംഗ് ആണ്. വാട്ടർ ക്യൂറിംഗ് അതായത് നമ്മൾ സാധാരണ നോർമൽ സിമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമെന്റ് കമ്പനി പറയുന്നത് പോലെ 14 മുതൽ 21 ദിവസം നമ്മൾ നനച്ചു കൊടുക്കണം. ആക്ച്വലി ഈ വെള്ളം കംപ്ലീറ്റ് പോകുന്നത് മദർ കോൺക്രീറ്റിലേക്കാണ്. ഇന്ന് നമ്മൾ ഈ ഇറ്റാലിയൻ മാർബിൾ ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം കാപ്പിലറി ആക്ഷൻ പല ഫോംസിലേക്ക് ഇത് പുറത്തേക്ക് വരും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ ക്യൂറിംഗ് വേണ്ടാത്ത നമ്മുടെ പ്രോഡക്റ്റ്, അതായത് സ്ക്രീഡ് ലാറ്റസ്ക്രീഡ് 100 ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വാട്ടർ ക്യൂറിംഗ് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബെഡ് 100% നമുക്ക്
സേഫായി. പിന്നെ ഈ ലാറ്റക്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു MBS സിസ്റ്റമാണ്, മോയ്സ്ചർ ബാരിയർ സിസ്റ്റം. അതായത് അടിയിൽ നിന്ന് മുകളിലോട്ട് വെള്ളം എടുക്കുന്നത് തടയും. അതുപോലെ തന്നെ ക്രാക്സ്, പിന്നെ നമ്മൾ ലേ ചെയ്യാൻ നേരത്ത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന ഇന്റേണൽ ക്രാക്സുകൾ, പൊടികൾ, പിന്നെ ഇതിന്റെ ഡാമേജസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി സ്ട്രോങ്, പിന്നെ റെഡി ടു ഫിക്സ് ദ ഇറ്റാലിയൻ മാർബിൾ. ഇറ്റാലിയൻ മാർബിൾ അതിലേക്ക് വെക്കുമ്പോൾ സർഫസ് അണീവൻ ഉണ്ടാവില്ല, കാര്യങ്ങൾ ഉണ്ടാവില്ല. ആൻഡ് ദ മെയിൻ തിങ് adhesive type 3 adhesive selection. So that is after the bedding, then you go to adhesive. Yes. In part of adhesive have to be type 3. ടൈപ്പ് 3 നമ്മൾ റെക്കമെൻഡ്, ടൈപ്പ് 2 ചെയ്യുന്നതിനോട് കുഴപ്പമില്ല. എന്നിരുന്നാലും ടൈപ്പ് 3 നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെവലാണ്. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ ടൈം അധികം വേണം. അതുപോലെ തന്നെ ഇത് ലാർജ് ഫോർമാറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇറ്റാലിയൻ മാർബിൾ വരിക. അപ്പോൾ നമ്മളത് ബെഡ് ചെയ്യുമ്പോൾ അതിന് സ്വീകരിക്കാൻ, അതായത് നമ്മുടെ ഗമ്മിലേക്ക് ഇറ്റാലിയൻ മാർബിൾ സ്വീകരിക്കാനുള്ള സമയം ഗമ്മിന് ആവശ്യമാണ്. അപ്പോൾ അതിനുള്ള മൂവ്മെന്റ് അക്കോമഡേറ്റ് ചെയ്യാനുള്ളതും ഫ്ലെക്സിബിലിറ്റിയും എല്ലാം adhesive മാറ്റേഴ്സ് ആണ്. ഓക്കെ. So you know that Marble Gallery has the Kerala's largest imported marble showroom nu ipo parayan namukku rightfully Marble Gallery aanullathu, and we have lot of customers taking in and out marbles from us. So nerthe parnu type 5 ne patti, the powerhouse of adhesives. So are you saying nammal actually recommend cheyendathu ഏതാണ് adhesive ആണ് മാർബിൾസിന്? പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഇറ്റാലിയൻ മാർബിൾസ് അല്ലെങ്കിൽ മാർബിൾസ് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഏരിയ കൂടി. പണ്ട് നമ്മൾ ഫ്ലോറിംഗ് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഷോ വാൾസിൽ നമുക്ക് ഒണിക്സ് പോലത്തെ മെറ്റീരിയൽ നമുക്ക് വാളിൽ വന്നു. അതുപോലെ തന്നെ ബാത്റൂം ആപ്ലിക്കേഷൻസിലേക്ക് വന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ടൈപ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് വരുന്നത്. നമുക്ക് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് 3 വെച്ച് തുടങ്ങാം. ടൈപ്പ് 3 വിൽ ബി ദ റൈറ്റ് സൊല്യൂഷൻ. അപ്പോൾ ടൈപ്പ് 3 വെച്ച് തുടങ്ങുമ്പോൾ നമുക്ക് വാളിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ, അതായത് നമുക്ക് ഇറ്റാലിയൻ മാർബിൾ നോക്കുമ്പോൾ അതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഡിഫോമബിലിറ്റിയാണ്. നമ്മുടെ ഇറ്റാലിയൻ മാർബിൾസ് നോർമലി അതിന് നാച്ചുറൽ ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ എക്സ്പാൻഷൻ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന S1 ഗ്രേഡ് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ടൈപ്പ് 3 നമുക്ക് S1 ഗ്രേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാത്റൂം ആപ്ലിക്കേഷൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് 5, അതായത് ഫ്രെയിം ആപ്ലിക്കേഷൻ, പോണിക്സ് ഒക്കെ ചെയ്യാൻ നമ്മൾ ഫ്രെയിമുമ്പിലായിരിക്കും ചെയ്യാം. അതിലേക്ക് നമുക്ക് ടൈപ്പ് 5 ചെയ്യാം. ഡീബോണ്ടിങ് ഉണ്ടാകാതിരിക്കാനാണോ അല്ലെങ്കിൽ ഒരു പവർ സ്ട്രെങ്ത് ആണോ, എന്താണ്? പവർ സ്ട്രെങ്ത്. നമ്മളൊരു മെറ്റീരിയൽ, അതായത് ലാറ്റിക്രേറ്റിന്റെ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഹാവ് ടു ബി ലാസ്റ്റ് ഫോർ എവർ. നമുക്ക് ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻസിനനുസരിച്ച് നമുക്ക് ടൈപ്സ് നമുക്ക് ഡിസൈഡ് ചെയ്യാം. സോ കൺക്ലൂഡിംഗ് ദാറ്റ് നമ്മൾ ഫ്ലോറിംഗിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് 3 യൂസ് ചെയ്താലും പ്രോബ്ലം അല്ല. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു വാൾ ടൈപ്പ്, വാൾ ആപ്ലിക്കേഷൻസിലോട്ടോ കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ദി പവർ ഹൗസ് type 5. Yes, exactly. So let's conclude. For expert tile selection, visit Le Marble Gallery, backed by MYK LATICRETE's global technology. Thank you.